ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ സൂപ്പർ ഫോറിൽ ഇന്ത്യ ജയത്തിലേക്ക് 172 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. വിവരങ്ങൾ നൽകാനായി ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, ഇന്ത്യ വിജയത്തിനരികിൽ എത്തി നിൽക്കുകയാണ്. മത്സരം അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ സ്റ്റേഡിയം ഈ സീസണിൽ, അതായത് ഏഷ്യ കപ്പിന്റെ ഈ സീസണിൽ കണ്ട ഏറ്റവും വാശിയേറിയ ഏറ്റവും മനോഹരമായിട്ടുള്ള പോരാട്ടമാണ് അതിന്റെ കലാശക്കൊട്ടിലേക്ക് അടുക്കുന്നത്, ഇന്ത്യയുടെ വിജയത്തോട് അടുക്കുന്നത്. കാരണം പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ മികച്ച ഫോമിലായിരുന്നു. 171 റൺസ് എടുത്ത് പാകിസ്ഥാൻ ഈ സീസണിലെ ഏറ്റവും വലിയ കരുത്ത് അവർ തെളിയിച്ചു. അതിനുശേഷം ബാറ്റിംഗിന് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിക്കൊണ്ടാണ് പാകിസ്ഥാന് മറുപടി നൽകിയത്. ആ സ്പിരിറ്റ് ഓപ്പണർമാരായിട്ടുള്ള ശുഭ്മാൻ ഗില്ലും അതോടൊപ്പം തന്നെ തുടർന്ന് വന്നിട്ടുള്ള എല്ലാ ബാറ്റ്സ്മാൻമാരും അവസാനം ക്രീസിലെത്തിയിട്ടുള്ള സഞ്ജു അടക്കം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കാഴ്ചവെച്ചത്. അത് തന്നെയാണ് ഈ വിജയത്തിലേക്ക് നയിക്കാൻ ഇന്ത്യയെ ഇപ്പോൾ സഹായിച്ചിട്ടുമുള്ളത്. ഏതായാലും ഇന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള ഈ മാച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ മുന്നിൽ ശേഷിക്കുന്നത് ഫൈനലിലേക്ക്. അത് ബംഗ്ലാദേശിനും അതോടൊപ്പം തന്നെ ശ്രീലങ്കയ്ക്കും എതിരെ ആണ്. ആ മത്സരങ്ങൾ കൂടി വിജയിച്ച് കിരീടം സ്വന്തമാക്കാനാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആരാധകരുടെ നിറഞ്ഞ അത്രയ്ക്ക് വലിയ പിന്തുണയാണ്. അതോടൊപ്പം തന്നെ ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മ ഓരോ പന്തും അടിക്കുമ്പോൾ പോലും, അടിക്കുമ്പോഴും അതേപോലെ തന്നെ ഏറ്റവും അവസാനം ഏറ്റവും ഉയർന്ന സ്കോറുമായി പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഏതായാലും ഈ വിജയത്തിലേക്ക് ഇന്ത്യ അടുക്കുകയാണ്. ഇനി മറ്റൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. പൂർണ്ണമായിട്ടുള്ള പിന്തുണ സ്റ്റേഡിയത്തിലെ ആരാധകരിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുന്നുമുണ്ട്. സുരേഷ്, ഹസ്തദാന വിവാദത്തിന്റെ ഒരു ചൂട് ആറുന്നതിന് മുൻപാണ് മറ്റൊരു മത്സരം കൂടി ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ നേർക്കുനേറുണ്ടാകുന്നത്. മുൻപത്തെ ഒരു മത്സരത്തിന്റെ തോൽവിയുടെ ഒരു മുറിവ് ഉണങ്ങിയിട്ടില്ല പാകിസ്ഥാൻ. അപ്പോൾ വീണ്ടും ഇന്ത്യ വിജയത്തിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്. തീർച്ചയായിട്ടും. കാരണം ഈ മത്സരത്തിന്റെ ടോസിന്റെ സമയത്ത് എല്ലാവരും ഉറ്റുനോക്കിയതും അത് തന്നെയായിരുന്നു, ഹസ്തദാനം നടത്തുമോ എന്നുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ അതായിരുന്നു വിവാദം. പാകിസ്ഥാൻ നായകന്മാർ ഹസ്തദാനം നടത്തിയില്ല. അത് മാച്ച് റഫറിയാണ് അതിന് കാരണക്കാരൻ എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദവും. പാകിസ്ഥാനെതിരെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, തുടർന്ന് UAE-യുമായിട്ടുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ 1 മണിക്കൂർ വൈകി മാത്രമാണ് അവർ സ്റ്റേഡിയത്തിൽ എത്തിയത് ഈ പരാതി മൂലം. അതുകൊണ്ടൊക്കെ തന്നെ ഈ മാച്ച് വലിയ സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നു. നമുക്കിപ്പോഴും കാണാം, പോലീസിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ഫാസ്റ്റ് എന്ന് പോലീസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഓരോരുത്തരും അതിവേഗം സ്ഥലം വിടാനാണ് പോലീസിന്റെ നിർദ്ദേശമുള്ളത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷാ സന്നാഹം ഇത്തവണ മാച്ചിനുണ്ടായിരുന്നു. സ്പിരിറ്റ് നമുക്കത് സ്റ്റേഡിയത്തിലും അത് പ്രകടമായിരുന്നു. കളിക്കാരുടെ മുഖത്തും ശരീരഭാഷയിലുമൊക്കെ അത് പ്രകടവുമായിരുന്നു. 8 റൺസ് കൂടിയാണ് ഇനി ഇന്ത്യക്ക് ജയിക്കാനായി ഉള്ളത്. സുരേഷ്, 2 ടീമുകളുടെയും പ്രകടനത്തെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ആദ്യം ബാറ്റിംഗിൽ തിളങ്ങി നിന്നിരുന്നു പാകിസ്ഥാൻ. പിന്നീട് ഇന്ത്യ വിജയത്തിലേക്ക് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മത്സരത്തിൽ കണ്ടത്. തീർച്ചയായും. കാരണം പാകിസ്ഥാൻ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം ബാറ്റിംഗിലാണ് കാഴ്ചവെച്ചത്. പാകിസ്ഥാന്റെ ഓപ്പണർ 58 റൺസ് എടുക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമായിരുന്നില്ല. ഫർഹാൻ അത് കാരണം 58 റൺസ് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് 58 റൺസ് ഫർഹാൻ എടുത്തത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ബാറ്റിംഗിന്റെ സമയത്ത് ഇന്ത്യൻ ഫീൽഡർമാർക്ക് സംഭവിച്ചിട്ടുള്ള പിഴവ്, ഏറ്റവും പ്രധാനപ്പെട്ട 4 ക്യാച്ച് നമുക്ക് മിസ്സായി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ പക്ഷേ 171 എത്താൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഫീൽഡിംഗിൽ നമുക്ക് വലിയ പിഴവ് ആ സമയത്ത് സംഭവിച്ചു. പക്ഷേ അത് നമ്മൾ ബാറ്റിംഗിൽ അത് നികത്തിയെടുത്തു എന്നുള്ളതാണ് ഈ വിജയം. കാരണം പക്ഷേ 172 റൺസ് എന്ന് പറയുന്ന ആ ഒരു വിജയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ആശങ്കയായിരുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥ അല്പം ഈർപ്പമുള്ള കാലാവസ്ഥയാണ്. പന്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 4ഉം 6ഉം അത്രയ്ക്ക് എളുപ്പമാകില്ല എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ചേസ് ചെയ്യുക 172 എന്ന് പറയുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ ദുബായ് സ്റ്റേഡിയത്തിൽ അത്രയ്ക്ക് എളുപ്പമല്ല. പക്ഷേ നമ്മുടെ ഓപ്പണർമാർ 2 പേരും തീർത്ത ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് തീർച്ചയായും അത് ഇന്ത്യക്ക് കരുത്തായത്. ബൗളിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഫീൽഡിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഈ വിജയം സമ്മാനിക്കുന്നത് തീർച്ചയായും ബാറ്റ്സ്മാൻമാർ തന്നെയാണ്. ഇന്ത്യ ജയിച്ചിരിക്കുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ സൂപ്പർ ഫോറിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. പാകിസ്ഥാനെതിരെ പോരാടിയാണ് ഇന്ത്യ വിജയം കണ്ടിരിക്കുന്നത്. 4 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. സുരേഷ് വെള്ളിമുറ്റം തുടരുന്നുണ്ട്. സുരേഷ്, ഇന്ത്യ ഇതാ പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ്. മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരിക്കുകയാണ്. വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാകും അല്ലേ?
തീർച്ചയായും ഇത് ആളുകൾ ഇറങ്ങി വരുന്നതേ ഉള്ളൂ സ്റ്റേഡിയത്തിൽ നിന്ന്. ഏതായാലും ഇത് വലിയ വിജയമാണ്. കാരണം ഏഷ്യ കപ്പിൽ ഈ സീസണിൽ ഇതുവരെ തോൽവി എന്തെന്നറിയാതെയാണ് ഇന്ത്യ ഇത്രയധികം തിളങ്ങുന്ന വിജയം നേടിയത്. അത് പാകിസ്ഥാനെതിരെ തുടർച്ചയായിട്ടുള്ള വിജയം, അതോടൊപ്പം തന്നെ ആതിഥേയർക്കെതിരായിട്ടുള്ള UAE-ക്കെതിരായിട്ടുള്ള വിജയം, ഒമാനെതിരായിട്ടുള്ള വിജയം ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം. നമുക്കറിയാം ഒമാനുമായിട്ടുള്ള മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് അത്രയ്ക്കും ഫീൽഡിങ്ങിലും. ഇപ്പോൾ ഇന്നത്തെ മത്സരം മാത്രമല്ല, ആകെ മത്സരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ നിന്നിട്ട് ആണ് ഇന്ത്യ ഈ വിജയം നേടിയിട്ടുള്ളത്. ഇന്നത്തെ മത്സരം ഏറ്റവും എല്ലാവർക്കും വലിയ ആശങ്കയുള്ളതായിരുന്നു. കാരണം സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഇരു ടീമുകളും അല്ലെങ്കിൽ ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിൽ വലിയ സംഘർഷമോ അല്ലെങ്കിൽ അത്രത്തോളം ആവേശമോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ സ്റ്റേഡിയം നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് മത്സരത്തിന്റെ എല്ലാ തുടക്കം മുതൽ നമ്മൾ കണ്ടത്. അവസാനമാകുമ്പോഴേക്കും സ്റ്റേഡിയം നിറയുന്നുമുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് ആകുമ്പോഴേക്കാണ് ഏറ്റവും അധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇതുപോലെ ആളുകൾ മത്സരം കഴിഞ്ഞ ആളുകൾ ഇറങ്ങി വരുന്നത് നമുക്ക് അപ്പുറത്തു കൂടെ കാണാൻ കഴിയും. ഇതിലൂടെ VIP ടിക്കറ്റ് അടക്കമുള്ള ആളുകളാണ് ഇനി വരാനുള്ളത്. വലിയ ആവേശം തീർച്ചയായും ഈ സ്റ്റേഡിയത്തിൽ ഇന്ന് ഉണ്ടായിരുന്നു. ഈ വിജയം ഇന്ത്യ ഒരിക്കലും മറക്കില്ല. കാരണം പാകിസ്ഥാനെ തുടർച്ചയായിട്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞു, ഹസ്തദാനം നടത്തിയില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ ആവേശത്തിൽ അതാ അവിടുന്ന് ജനക്കൂട്ടം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏഷ്യ ക്രിക്കറ്റിന്റെ സൂപ്പർ 4-ൽ ഈ സീസണിൽ തോൽവി എന്തെന്നറിയാതെയാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയത്. പാകിസ്ഥാനെതിരെ മത്സരിച്ച് ഇന്ത്യ വിജയം കൈവരിച്ചിരിക്കുന്നു. സുരേഷ് വെള്ളിമുറ്റമാണ് തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത്.